വരുന്ന 14-ന് കൈവശാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് സബ് കളക്ടർ നോട്ടീസും നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ആർക്കൊപ്പമാണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആദ്യ ഫലസൂചനകൾ 8:30 പുറത്തുവരും. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഇരു സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നറിയാനുള്ളത്. മറ്റ് വിശദാംശങ്ങൾ. വൃന്ദ, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ആദ്യ ഫലസൂചനകൾ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യം ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ലീഡ് നില വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിലവിൽ ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെ എത്തുകയും വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കശ്മീർ താഴ്വരയായാലും അതുപോലെ തന്നെ ഹരിയാനയിലായാലും കോൺഗ്രസിന് വ്യക്തമായ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. കോൺഗ്രസ് ഏതാണ്ട് 27 സീറ്റുകളിൽ വരെ 27-30 സീറ്റുകളിൽ വരെ കൃത്യമായ ലീഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ലീഡ് അങ്ങനെ തന്നെ ആദ്യഘട്ടത്തിൽ ആദ്യം തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യം ആരംഭിച്ചപ്പോൾ ചെറിയ രീതിയിൽ ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയടിക്ക് ബഹുദൂരം മുന്നിലായിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നേരത്തെ തന്നെ പ്രവചിച്ചതാണ് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം. ഇപ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ആദ്യ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച ഒരു 15 മിനിറ്റ് തികയുന്നതേ ഉള്ളൂ. എന്തായാലും അത്ര ചെറിയൊരു സമയമാണെങ്കിൽ പോലും ഇപ്പോൾ തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. അതനുസരിച്ച് തപാൽ വോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ മൊത്തത്തിൽ പോൾ ചെയ്ത തപാൽ വോട്ടുകളുടെ എണ്ണം കൂടി കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ തപാൽ വോട്ടുകളുടെ എണ്ണം വെച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും ഒരു 4-5 സീറ്റുകൾക്ക് മുകളിലേക്ക് BJPക്ക് ഇതുവരെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറിച്ച് കോൺഗ്രസിനാകട്ടെ ഹരിയാനയിൽ 27-30 എന്നുള്ളൊരു നിലയിലേക്ക് ലീഡ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കശ്മീർ താഴ്വരയിലേക്ക് വരികയാണെങ്കിലും അവിടെയും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് തന്നെയാണ് ഒരു കൂടുതൽ മുന്നേറ്റം എന്ന് പറയുന്നത്. എന്തായാലും ചെറിയ വ്യത്യാസമേ BJPയും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ളൂ എങ്കിൽ പോലും ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. PDPക്കും അതുപോലെ തന്നെ മറ്റ് ചെറു ഘടക പാർട്ടികൾക്കും ചില സീറ്റുകളിൽ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട്. PDPയും മറ്റ് പാർട്ടികളും ചേർന്നൊരു 3 സീറ്റുകൾ വരെ ജമ്മു കാശ്മീർ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വൃന്ദ, കൃത്യമായ ഹരിയാനയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. കോൺഗ്രസ് ഈ 32 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നേറുകയാണ്. 12 സീറ്റുകളിൽ BJPയും ലീഡ് ചെയ്യുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് എണ്ണുന്നത്. ആദ്യ 15 മിനിറ്റുകൾ മാത്രമാണ് പിന്നിട്ടത്. ഇതൊരു ട്രെൻഡായി നമുക്ക് കാണാൻ കഴിയില്ല. ആദ്യ ഫലസൂചന എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. 34 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. BJP 12 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോൺഗ്രസ് 35 സീറ്റുകളിലും BJP 20 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. എങ്കിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തന്നെയാണ് നേരിയ ലീഡ് ചെയ്യുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച കുതിപ്പ്. കോൺഗ്രസ് 35 സീറ്റിലേക്ക് തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 17 സീറ്റുകളിൽ BJPയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 2 സീറ്റുകളും ദുഷ്യന്ത് ചൗട്ടാലയുടെ INLD 2 സീറ്റിലും JJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. കോൺഗ്രസ് 35 സീറ്റ് ഹരിയാനയിൽ കോൺഗ്രസ് 35 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 17 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. INLD 2 സീറ്റിലും JJP 2 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 10 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 8 സീറ്റിൽ BJPയും 1 സീറ്റിൽ PDPയും മറ്റുള്ളവർ 2 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് ഹരിയാനയിൽ ലീഡ് 38ലേക്ക് എത്തിയിരിക്കുന്നു. BJP 20 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. INLD 2 സീറ്റിൽ, JJP 2 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെല്ലാം പ്രവചിച്ചതുപോലെ ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അവരുടെ അപ്രമാദിത്വം തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ആദ്യ 15 മിനിറ്റ് പിന്നിടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നു. സുപ്രധാനമായ വാർത്ത, ജുലാനയിൽ വിനേഷ് ഫോഗട്ട്, ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാനയിൽ ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തിയ
മണ്ഡലമാണ് ജുലാന. JJP കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ്. അവിടെ വിനേഷ് ഫോഗട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്ന് സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് എണ്ണിത്തുടങ്ങിയിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണാൻ ആരംഭിച്ചിട്ടില്ല. 8:30 കൂടി മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണാൻ തുടങ്ങൂ. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. ആ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ 38 സീറ്റിൽ കോൺഗ്രസും 22 സീറ്റിൽ BJPയും 2 സീറ്റിൽ വീതം INLDയും JJPയും ഹരിയാനയിൽ ലീഡ് ചെയ്യുകയാണ്. കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 12 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 11 സീറ്റുകളിൽ BJPയും 1 സീറ്റിൽ PDPയും 3 സീറ്റിൽ മറ്റുള്ളവരും ലീഡ് ചെയ്യുന്നു. ജമ്മു മേഖലയിൽ BJPക്കാണ് ലീഡ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയാനയിലാണ് കോൺഗ്രസ് മികച്ച കുതിപ്പ് തുടരുന്നത്. 38 സീറ്റുകളിൽ ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ചിറകിലേറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച കോൺഗ്രസ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നവും തമ്മിലടിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നേരിട്ട തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് തങ്ങളുടെ അപ്രമാദിത്വം തിരിച്ചുപിടിക്കുന്നു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നഷ്ടമായ നഷ്ടപ്രതാപം കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നു. കർഷകരുടെ കണ്ണീര് വീണ മണ്ണിൽ കോൺഗ്രസിന്റെ വ്യക്തമായ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. കർഷക സമരവും അതോടൊപ്പം തന്നെ അഗ്നിവീർ സമരവും കൊടുമ്പിരി കൊണ്ട ഹരിയാനയുടെ മണ്ണിൽ കോൺഗ്രസ് തങ്ങളുടെ അപ്രമാദിത്വം തിരിച്ചുപിടിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് അല്പസമയത്തിനകം പറയാൻ സാധിക്കും. ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 38 സീറ്റിൽ കോൺഗ്രസും 25 സീറ്റിൽ BJPയും 2 സീറ്റിൽ INLDയും JJP 2 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കാശ്മീരിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സഖ്യം 13 സീറ്റിലും BJP 13 സീറ്റിലും PDP 1 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ വിശേഷിപ്പിച്ച ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കോൺഗ്രസ് വ്യക്തമായ ലീഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. 38 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഇത് ഒരു ട്രെൻഡായി നമുക്ക് കാണാൻ കഴിയില്ല. പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് എണ്ണാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണാൻ ആരംഭിച്ചിട്ടില്ല. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ കോൺഗ്രസ് ഹരിയാനയിൽ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു. കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. എങ്കിലും കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാണിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡ ലീഡ് ചെയ്യുന്നു. വിനേഷ് ഫോഗട്ട് രാജ്യം ഉറ്റുനോക്കിയ മണ്ഡലമാണ് ജുലാന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ജുലാനയിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്ന സുപ്രധാന വാർത്ത പുറത്തു വരുന്നു. ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഹരിയാനയിൽ കോൺഗ്രസിന്റെ തേരോട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലേ അതുല്യ? ഹരിയാനയിൽ മാത്രമല്ല, ഇപ്പോൾ ജമ്മു കശ്മീരിലും കോൺഗ്രസ് വ്യക്തമായ ഒരു ആധിപത്യത്തിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കാം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇടയ്ക്ക് വെച്ച ലീഡ് നില നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന്റെയും BJPയുടെയും ലീഡ് നില ഇഞ്ചോടിഞ്ചായി 13 എന്ന രീതിയിലേക്ക് വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ ലീഡ് 18 ഉയർത്തിയിട്ടുണ്ട്. അതേസമയം BJPയുടെ 15 താഴ്ന്നിട്ടുണ്ട്. PDPക്ക് 2 സീറ്റുകളും അവാമി ഇത്തിഹാദും അടക്കമുള്ള മറ്റ് പാർട്ടികൾക്ക്, പീപ്പിൾസ് കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾക്ക് 5 സീറ്റുകളുമാണ് ഇപ്പോൾ നിലവിൽ ലീഡ് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവാമി ഇത്തിഹാദ് അടക്കമുള്ള ചെറു പാർട്ടികളുടെ അല്ലെങ്കിൽ ഘടക പാർട്ടികളുടെ പ്രാധാന്യം തള്ളിക്കളയാനാവില്ല എന്ന് കാണിക്കുന്ന ഒരു ഫലസൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും PDP പോലൊരു പാർട്ടിക്ക് വെറും 2 സീറ്റിൽ മാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ മറ്റ് ചെറു പാർട്ടികൾ ചേർന്ന് അവരുടെ ലീഡ് 5 ഉയർത്തിയിട്ടുണ്ട്. അതേസമയം BJPയുടെ ലീഡ് ഇപ്പോൾ 15 ആണ്. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ചെറു പാർട്ടികളുടെ പ്രാധാന്യവും പ്രഭാവവും ഈ ഫലസൂചനയിൽ അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും നിതിൻ പ്രഭാകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു മേഖലയിൽ BJPക്ക് വ്യക്തമായ ഒരു ആധിപത്യം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കശ്മീർ താഴ്വരയിൽ ജനങ്ങളുടെ ചായ്വ് കൂടുതൽ കോൺഗ്രസിനോടാണ്. എന്തായാലും ജമ്മുവിൽ BJPക്ക് വ്യക്തമായ ലീഡുണ്ട്, വ്യക്തമായ സീറ്റുകളുണ്ട്. എങ്കിൽ പോലും കശ്മീർ താഴ്വര കോൺഗ്രസിനൊപ്പമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ആദ്യ ഫലസൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്കിൽ പോലും കശ്മീർ താഴ്വര എന്തായാലും കോൺഗ്രസിനൊപ്പം തന്നെയാണ്
എന്ന് കൃത്യമായി ഈ ഫലസൂചനകളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് തങ്ങളുടെ ലീഡ് 40 ഉയർത്തിയിട്ടുണ്ട്. തപാൽ വോട്ടുകളാണ് എണ്ണുന്നത് എങ്കിൽ പോലും ഈ തപാൽ വോട്ടുകളിൽ തന്നെ ഇത്ര വ്യക്തമായ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നു എന്നത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി എണ്ണാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ ഇതിന്റെ ഒരു പ്രതിഫലനം കൂടിയായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും തപാൽ വോട്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ഡലം കേന്ദ്രീകരിച്ചുള്ളതായിരിക്കില്ല. EVM മെഷീനുകളിലേക്ക് എത്തുമ്പോൾ ഓരോ പാർട്ടികൾക്കും വ്യക്തമായ ആധിപത്യമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടൊപ്പം ഏറെക്കാലം നിന്ന് വരുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകും. അത്തരം മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പാർട്ടിയുടെ ലീഡ് മാത്രം ഉയരുകയും ചെയ്യും. എന്നാൽ തപാൽ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംസ്ഥാനത്ത് തന്നെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പരിച്ഛേദമായി തപാൽ വോട്ടുകളെ കാണാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹരിയാന എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനൊപ്പം തന്നെയാണ്. 46 എന്ന മാജിക് സംഖ്യയാണ് കോൺഗ്രസിന് മറികടക്കേണ്ടതുള്ളൂ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ. അതിൽ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ പോലും 40 സീറ്റുകളിൽ കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായ ആധിപത്യത്തോടു കൂടി തന്നെ കോൺഗ്രസ് തങ്ങളുടെ വിജയം അല്ലെങ്കിൽ തങ്ങളുടെ ലീഡ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം BJP 28 സീറ്റുകളിലും INLD 2 സീറ്റുകളിലും JJP 3 സീറ്റുകളിലുമാണ് ഹരിയാനയിൽ ഇപ്പോൾ തുടരുന്നത്. അതുപോലെ തന്നെ ഭൂപിന്ദർ സിംഗ് ഹൂഡയും നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നവാബ് സിംഗ് സൈനിയും അവരവരുടെ മണ്ഡലങ്ങളിൽ ബഹുദൂരം മുന്നിലാണ്. വലിയ ലീഡോടുകൂടിയാണ് ഭൂപിന്ദർ സിംഗ് ഹൂഡ ഇപ്പോൾ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഗാർഹി സപ്ലൈയിൽ മുന്നിലായിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ BJP സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ നവാബ് സിംഗ് സൈനിയും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഏറെ മുന്നിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥിയായിരുന്നു സാവിത്രി ജിൻഡലും വളരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ പ്രതിനിധിയായ സാവിത്രി ജിൻഡലും അവർ പാർട്ടിയുടെ തന്നെ ഒരു വനിതാ മുഖമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വനിതാ പ്രാതിനിധ്യത്തെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുമെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് സാവിത്രി ജിൻഡലും വളരെ അധികം മുന്നിലാണ്. മറ്റൊരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ടിൻ്റേത് തന്നെയാണ്. ഹരിയാനയുടെ ഗോദയിൽ വിനേഷ് ഫോഗട്ട് വിജയിക്കുമോ എന്ന് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ചോദ്യം. വിനേഷ് ഫോഗട്ടിൻ്റെ വിജയത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ചൂണ്ടുപലക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ വ്യക്തമാകുന്നത്. ജുലാന മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ ഹരിയാനയുടെ ഗോദയിൽ വിനേഷ് ഫോഗട്ട് BJPയെ മലർത്തി അടിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാൽ അതേസമയം ഇപ്പോൾ ജമ്മു കശ്മീരിൽ കോൺഗ്രസിന്റെ ലീഡ് 21 ഉയർന്നിട്ടുണ്ട്. BJPയുടേത് 19 ഘടക പാർട്ടികളുടേത് അല്ലെങ്കിൽ ചെറു പാർട്ടികളുടേത് 6 സീറ്റുകളിലേക്കും ഉയർന്നിട്ടുണ്ട്. PDPക്ക് കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മറിച്ച് ചെറു പാർട്ടികൾ അടങ്ങുന്ന അതർ സഖ്യത്തിന് അല്ലെങ്കിൽ ഈ അവാമി ഇത്തിഹാദും പീപ്പിൾസ് കോൺഫറൻസും APയും അടക്കമുള്ള മറ്റ് ചെറു പാർട്ടികളുടെ ലീഡ് നില ഇപ്പോൾ 6 സീറ്റുകളിൽ അവരാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിന്റെ ലീഡ് ഇപ്പോൾ 44 ആയിട്ടുണ്ട്. 46 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ ഇനി 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. തപാൽ വോട്ടുകളാണ് എണ്ണുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ പോലും ഈ ആദ്യ ഫലസൂചനകളായി തന്നെ ഇവയെ കണക്കാക്കാം. തീർച്ചയായും ഇത് ട്രെൻഡായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ചിത്രത്തിലില്ലാത്ത ഹരിയാനയിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുന്നു. ഹരിയാനയിൽ കോൺഗ്രസിന്റെ തേരോട്ടം, ഹരിയാനയുടെ ഗുസ്തി ഭൂമികയിൽ കോൺഗ്രസ് രാഷ്ട്രീയ എതിരാളികളായ BJPയെ മലർത്തിയടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. കോൺഗ്രസ് വ്യക്തമായ ലീഡ്, മാന്ത്രിക സംഖ്യ പിന്നിടാൻ പോവുകയാണ് കോൺഗ്രസ്. എടുത്തു പറയേണ്ട രാജ്യം മുറ്റുനോക്കിയ മണ്ഡലമാണ് ജുലാനയിൽ വിനേഷ് ഫോഗട്ട്, ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് വേദിയിൽ കണ്ണീരോടെ മടങ്ങിയ ഇന്ത്യയുടെ പുത്രി ജുലാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിന്റെ കരം പിടിച്ച വിനേഷ് ഫോഗട്ടിനെ ചേർത്ത് പിടിക്കുകയാണ് ജുലാന മണ്ഡലം. കഴിഞ്ഞ തവണ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണ് ജുലാനയിൽ വിനേഷ് ഫോഗട്ടിലൂടെ കോൺഗ്രസ് തങ്ങളുടെ പഴയ അപ്രമാദിത്വം തിരിച്ചു പിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചതുപോലെ കോൺഗ്രസിന്റെ തേരോട്ടം ഹരിയാനയുടെ കർഷക മണ്ണിൽ കർഷകരുടെ കണ്ണീർ വീണ് നനഞ്ഞ കുതിർന്ന മണ്ണിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുന്നു. ഹരിയാനയിൽ BJPക്ക് അടിപതറിയിരിക്കുന്നു. 44 കോൺഗ്രസ് തങ്ങളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 23 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നു. 44 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. JJP ദുഷ്യന്ത് സിംഗ് ചൗട്ടാലിയുടെ JJP 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ 24 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 21 സീറ്റിൽ BJPയും 3 സീറ്റിൽ PDPയും 7 സീറ്റിൽ മറ്റുള്ളവരും
ലീഡ് ചെയ്യുന്നു. അതിലെ പറഞ്ഞതുപോലെ PDPക്ക് ജമ്മു കാശ്മീരിൽ അടിപതറിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി തനിച്ച് മത്സരിക്കാനുള്ള PDPയുടെ നീക്കത്തെ ജമ്മു കാശ്മീർ ജനത തള്ളിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സുപ്രധാനമായ വാർത്ത അത് തന്നെയാണ്. കാശ്മീരിൽ PDPയുടെ ഒരു കാലത്ത് കാശ്മീർ അടക്കി ഭരിച്ചിരുന്ന ജമ്മു കാശ്മീർ അടക്കി ഭരിച്ചിരുന്ന PDPയെ കാശ്മീരിലെ ജനങ്ങൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. PDP 3 സീറ്റിൽ കേവലം 3 സീറ്റിൽ മാത്രമാണ് PDPക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. 25 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 22 സീറ്റിൽ BJPയും 8 സീറ്റിൽ മറ്റുള്ളവരും മുന്നേറുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് മാജിക് നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. 46 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. BJPയുടെ ലീഡ് 20 സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു. INLD 2 സീറ്റിലും JJP 4 സീറ്റിലും. ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡ ലീഡ് ചെയ്യുന്നു. വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. നവാബ് സിംഗ് സൈനി നിലവിലെ മുഖ്യമന്ത്രി ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ഹരിയാനയുടെ രാഷ്ട്രീയത്തിലേക്ക് ഹരിയാനയുടെ മണ്ണിലേക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് തിരിച്ചു വരികയാണ്. നഷ്ടപ്രതാപം കോൺഗ്രസ് വീണ്ടെടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന 2 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നുവെന്ന് തന്നെയാണ് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് മാന്ത്രിക സംഖ്യ പിന്നിട്ടിരിക്കുന്നു. 46 സീറ്റിലേക്ക് കോൺഗ്രസ് ലീഡ് ഉയർത്തുന്നു. BJPയുടെ ലീഡ് 20 സീറ്റിലേക്ക് താഴ്ന്നിരിക്കുന്നു. JJP 4 സീറ്റിലും അതോടൊപ്പം തന്നെ INLD 2 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കാശ്മീരിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. അവിടെയും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 25 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 23 സീറ്റിൽ BJP കോൺഗ്രസ് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 28 സീറ്റിൽ കാശ്മീരിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. PDP 3 സീറ്റിലും മറ്റുള്ളവർ 8 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. ഹരിയാനയിൽ മാന്ത്രിക സംഖ്യ കോൺഗ്രസ് പിന്നിട്ടിരിക്കുന്നു. 46 സീറ്റിൽ കോൺഗ്രസും 20 സീറ്റിൽ BJPയും ലീഡ് ചെയ്യുന്നു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നേടി കോൺഗ്രസ് കരുത്ത് തെളിയിച്ച ഹരിയാനയിൽ തനിച്ച് മത്സരിച്ച 89 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ CPIഎമ്മും മത്സരിച്ച ഹരിയാനയിൽ കോൺഗ്രസ് 47ആയി തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 28 സീറ്റിലും BJP 25 സീറ്റിലും 23 സീറ്റിലും ലീഡ് ചെയ്യുന്നു. എന്തായാലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും എക്സിറ്റ് പോളുകളും പ്രവചിച്ച പോലെ ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കാശ്മീരിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രമാണ് ഇനി കണ്ടറിയാനുള്ളത്, അല്ലേ അതുല്യ? കശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ലീഡ് ഒരു സ്ഥിരതയോടുകൂടി ലീഡ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ BJPക്കും PDPക്കും ആ ഒരു നില അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീരിൽ 28 സീറ്റുകളിൽ സ്ഥിരതയോടുകൂടി അല്ലെങ്കിൽ ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴും 1-2 സീറ്റുകളായി നില ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ BJPയുടെയും അതുപോലെ തന്നെ PDPയുടെയും വലിയ രീതിയിൽ ഒരു അനക്കമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ചും PDP നമ്മൾ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ ഫലസൂചനകൾ ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന 3 എന്ന അതേ അക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ കാര്യമായ ഒരു വ്യത്യാസം കാണുന്നത് അതേഴ്സ് അല്ലെങ്കിൽ ഈ ചെറു പാർട്ടികൾ എല്ലാവരും ചേർന്നുള്ള അതേഴ്സിലാണ്. 9 സീറ്റുകളിലേക്ക് അവർ ഉയർന്നിരിക്കുന്നു. അതേസമയം അതേഴ്സ് ചെറു പാർട്ടികൾ എല്ലാവരുടെയും വിജയം അല്ലെങ്കിൽ ലീഡ് 9 സീറ്റുകളിലേക്ക് ഉയർന്നപ്പോൾ PDP ഇപ്പോഴും 3-ൽ തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ബിജ് ബെഹ്റയിൽ PDPയുടെ ബിജ് ബെഹ്റയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഇൻതിജ മുഫ്തി ഇപ്പോൾ അവിടെ പിന്നിലാണ് എന്നുള്ളതാണ്. മുൻ മന്ത്രിയായിട്ടുള്ള അതുപോലെ തന്നെ മെഹബൂബ മുഫ്തിയുടെ മകളും PDP പാർട്ടിയുടെ തന്നെ ഹരിയാനയിൽ മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി പിന്നിട്ട് നിൽക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ കോൺഗ്രസ് വോട്ടാക്കി മാറ്റിയിരിക്കുന്നു. കർഷക പ്രക്ഷോഭവും അഗ്നിവീർ സമരവും ഭരണവിരുദ്ധ വികാരവും ഒരുമിച്ച് ചേർന്നപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു. മാന്ത്രിക സംഖ്യ പിന്നിട്ട് 47 സീറ്റിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ആഞ്ഞടിക്കുന്നു. മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി അടക്കം പിന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം ജുലാനയിൽ വിനേഷ് ഫോഗട്ട് മുന്നേറുകയാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ മുന്നേറുകയാണ്. വളരെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ BJPക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? വോട്ടിംഗ് മെഷീൻ തുറന്നാൽ BJPയുടെ നില എങ്ങനെയായിരിക്കുമെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും.
സാധിക്കും. അതായത് നമുക്കിപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളുടെ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമാകുന്നത്. പോസ്റ്റൽ ബാലറ്റ് ഒരു ട്രെൻഡായി തന്നെ നമുക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ഈ ഭരണവിരുദ്ധ വികാരത്തിൽ BJP ഹരിയാനയിൽ കടപുഴകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുല്യ, തീർച്ചയായും ഇപ്പോൾ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു ലീഡ് നിലയിലെ വ്യത്യാസം അതിൻ്റെ ഇരട്ടിയും കടന്ന് എത്രയോ പോയിരിക്കുന്നു. 20-47 എന്ന നിലയിലാണ് ഇപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള ലീഡ് നിലയിലുള്ള വ്യത്യാസം. ഇരട്ടിയും കടന്ന് ഒരുപക്ഷെ ഒരു 40-60 എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുപോലെ തന്നെ 60-69 സീറ്റുകളിലേക്ക് വരെ കോൺഗ്രസ് എത്തിയേക്കാം എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. 45 മുതൽ 69 വരെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കും എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലീഡ് നില മാറി മറിയുന്നത്. BJP 18-ലേക്കും 20-ലേക്കും താഴുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ആ ഒരു ആധിപത്യം അതേ രീതിയിൽ തന്നെ സ്ഥിരമായി തുടർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ജമ്മു കശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 31 എന്ന നിലയിലേക്ക് കൃത്യമായി തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെ അടക്കം ഇഞ്ചോട് ഇഞ്ച് എന്ന നിലയിൽ BJP 28 സീറ്റുകളിലേക്ക് വരെ ലീഡ് ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ BJP 25 സീറ്റുകളിലേക്ക് പിന്നിലേക്ക് പോവുകയും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 31 സീറ്റുകളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അതേഴ്സ് പാർട്ടി ആകട്ടെ 10 സീറ്റുകളിൽ കൃത്യമായ രീതിയിൽ 10 സീറ്റുകളിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ മെഹബൂബ മുഫ്തിയുടെ PDP പാർട്ടിയുടെ അവരുടെ ഒരു താര സ്ഥാനാർത്ഥിയായി അവർ ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു മെഹബൂബ മുഫ്തിയുടെ മകളായിട്ടുള്ള ഇൻതിജ മുഫ്തി. എന്നാൽ ഇപ്പോൾ ബിജ്ബെഹ്റ മണ്ഡലത്തിൽ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൻതിജ മുഫ്തി വളരെയധികം പിന്നിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള ആ ഒരു പ്രചാരണമൊന്നും ഏസിയില്ല എന്ന് വിലപ്പോയില്ല എന്ന് തന്നെ വേണം കരുതാൻ. മെഹബൂബ മുഫ്തിയുടെ മരണത്തെ തുടർന്ന് അതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവരുടെ മകളായ ഇൻതിജ മുഫ്തിയെ മത്സരിപ്പിച്ചിരുന്നത്. പ്രചരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരു പാരമ്പര്യ രാഷ്ട്രീയം എന്ന രീതിയിലുള്ള പ്രചരണമെല്ലാം നടന്നിരുന്നത്. അതെല്ലാം വിലപ്പോയില്ല. കശ്മീർ താഴ്വര എന്തായാലും കോൺഗ്രസിനൊപ്പം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു ലീഡ് നിലയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും കാശ്മീരിൽ PDP കറുത്ത കുതിരയാകുമെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പലരും കരുതിയ PDPക്ക് കാശ്മീരിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാടിയ മണ്ഡലത്തിൽ 31 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 25 സീറ്റിൽ BJPയും ലീഡ് ചെയ്യുകയാണ്. PDP 4 സീറ്റിലും മറ്റുള്ളവർ 10 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ബിജ്ബെഹ്റയിൽ ഇന്തിജ മുഫ്തി PDP സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു എന്നത് മാത്രമാണ് PDPക്ക് ആശ്വാസകരമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബലസൂചനകൾ പുറത്തു വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ നഷ്ടപ്രതാപം കോൺഗ്രസ് വീണ്ടെടുക്കുന്നു, കരുത്തു കാട്ടുന്നു കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഹരിയാനയിൽ എല്ലാ പടലപ്പിണക്കങ്ങളും കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവിടെ ജനങ്ങൾ BJPയുടെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ കോൺഗ്രസിനൊപ്പം ജനങ്ങൾ നിന്നിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 48 എന്ന ചിത്രത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. BJPയുടെ ലീഡ് 19 സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് മുന്നിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ബലസൂചനകളിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും എക്സിറ്റ് പോളുകളും പ്രവചിച്ച പോലെ കോൺഗ്രസ് 69-70 എന്ന സംഖ്യയിലേക്ക് എത്തുമോ? പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങൾ വോട്ടായി മാറി. ശക്തമായ ഭരണവിരുദ്ധ വികാരം 50 സീറ്റിലേക്ക് കോൺഗ്രസ് ഹരിയാനയിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. BJP 19, INLD 2, JJP 7. അതായത് JJPയുടെ സാന്നിധ്യം, BJPക്കൊപ്പം കഴിഞ്ഞ തവണ സർക്കാരിനെ താങ്ങി നിർത്തിയ JJP തനിച്ച് മത്സരിക്കുമ്പോൾ അതുകൂടി BJPക്ക് തിരിച്ചടിയായി മാറുന്നു എന്ന് തന്നെ ഹരിയാനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺഗ്രസ് 50 സീറ്റിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. BJP 19, JJP 7, INLD 2. ജമ്മു കാശ്മീരിൽ 31 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 26 സീറ്റിൽ BJPയും PDP 4 സീറ്റിലും മറ്റുള്ളവർ 10 സീറ്റിലും. ഗുസ്തി താരങ്ങളുടെ കണ്ണീര് വീണ് കുതിർന്ന, കർഷകരുടെ കണ്ണീര് വീണ് കുതിർന്ന അഗ്നിവീർ സമരം കൊടുമ്പിരി കൊണ്ട ഹരിയാനയുടെ മണ്ണിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയുടെ മണ്ണിൽ
BJPയുടെ എല്ലാ രാഷ്ട്രീയത്തെയും തച്ച് തകർത്ത് കോൺഗ്രസ് മുന്നേറുകയാണ്. 50 സീറ്റിൽ കോൺഗ്രസ്, 21 സീറ്റിൽ BJP, 7 സീറ്റിൽ JJP, 42 സീറ്റിൽ INLD. ജമ്മു കാശ്മീരിൽ 31 സീറ്റിൽ BJP കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം, 26 സീറ്റിൽ BJP, PDP 4 സീറ്റിലും മറ്റുള്ളവർ 10 സീറ്റിലും മുന്നേറുകയാണ്. ഹരിയാനൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരികയാണ്. ഉത്തരേന്ത്യയിലേക്ക് നഷ്ടപ്രതാപം കോൺഗ്രസ് വീണ്ടെടുക്കുന്നു എന്ന് പറയുമ്പോഴും ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ BJPയോടുള്ള ശക്തമായ ജനങ്ങളുടെ വികാരം ജമ്മു കാശ്മീരിലും പ്രതിഫലിക്കുന്നു. 31 സീറ്റിൽ കോൺഗ്രസ് നാഷണൽ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് പിന്നിടുമ്പോൾ തുടക്കത്തിലെ തന്നെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ വലിയൊരു കുതിപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് നില മാറി മറിയുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജുലാനയിൽ രാഷ്ട്രീയ ഗോതയിൽ കരുത്ത് കാട്ടി വിനേഷ് ഫോഗട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്താം.